നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് 5-ാം തീയതിയാണ്, ഡിസംബർ 5-നാണ് നടക്കുന്നത്. വാഷിംഗ്ടൺ DC വെച്ചിട്ടാണ് ആ ഒരു നറുക്കെടുപ്പുള്ളത്, കെന്നഡി സെൻറ്ററിൽ. അപ്പോൾ യോഗ്യത നേടിയ എല്ലാ ടീമുകളുടെയും പ്രതിനിധികൾ ഫിഫയുടെ ആ പ്രോഗ്രാമിൽ സന്നിഹിതരായിരിക്കും. അങ്ങനെയാണ്. എന്നാൽ ഇറാൻ ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. അത് ഇറാൻ ബഹിഷ്കരിക്കില്ലാതെ മറ്റ് നിവൃത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം US വിസ കൊടുക്കുന്നില്ല. ഇറാനിയൻ ഡെലിഗേഷന് US വിസ കൊടുക്കുന്നില്ല. ഇത് വിസ ഡിനൈ ചെയ്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ രാഷ്ട്രീയപരമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്പോർട്സുമായി ബന്ധപ്പെട്ട്, അതിപ്പോൾ ഒളിമ്പിക്സ് ആണെങ്കിലും അതുപോലെ വേൾഡ് കപ്പ് ആണെങ്കിലും ഒക്കെ അതെല്ലാം മറികടന്നുകൊണ്ട് വിസാസൊക്കെ ഇഷ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ US ഇത്തവണ ഇറാൻ്റെ ഈ ഡെലിഗേഷന് വിസ കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. നമ്മൾ ESPN FCയുടെ റിപ്പോർട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇറാൻ ഹാസ് ഡിസൈഡഡ് ടു ബോയ്കോട്ട് 2026 വേൾഡ് കപ്പ് ഡ്രോ ഇൻ വാഷിംഗ്ടൺ നെക്സ്റ്റ് വീക്ക് ബിക്കോസ് ദി US ഡിനൈഡ് വിസ ടു മെമ്പേഴ്സ് ഓഫ് ഇറ്റ്സ് ഡെലിഗേഷൻ. US അവരുടെ ഡെലിഗേഷന്, പ്രതിനിധി സംഘത്തിനുള്ള വിസ നിഷേധിച്ചിരിക്കുകയാണ്. ഇത് ഇറാൻ്റെ സ്റ്റേറ്റ് റൺ ന്യൂസ് ആയിട്ടുള്ള ഇർന ന്യൂസ് ഏജൻസിയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ESPN ഈ ഒരു റിപ്പോർട്ട് എത്തിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന സോക്കർ ഫെഡറേഷൻ്റെ സ്പോക്സ്മാൻ അമീർ മഹ്ദി അലാവി പറയുന്നത് ഒഫീഷ്യൽസിന് വിസ തടസ്സം നേരിടുന്നുണ്ട്. അപ്പം സ്പോർട്സ് കൺസിഡറേഷൻ വെച്ചുകൊണ്ട് സാധാരണ അത് കിട്ടാറുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ US ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഒരു ഇമ്മീഡിയറ്റ് കമൻറ്റും ഈ വിഷയത്തിൽ എന്തായാലും വൈറ്റ് ഹൗസ് ഇപ്പോൾ നടത്തിയിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അലാവി പറയുന്നത് ഫെഡറേഷൻ ഈ വിഷയത്തിൽ ഫിഫയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഫിഫയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയം സോൾവ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഫിഫ ഈ വിഷയത്തിലൊരു ഇമ്മീഡിയറ്റ് റിപ്ലൈ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചില രാജ്യങ്ങളിലെ ജനങ്ങൾക്ക്, സിറ്റിസൻസിന് US ട്രാവൽ ബാൻ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക്. അതിൽ ഇറാൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇറാൻ മാത്രമല്ല, ഇപ്പോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ മറ്റൊരു ടീം ഹെയ്റ്റിയിലെ ആളുകൾക്കും ഇങ്ങനെ ഒരു ബാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബാൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഒരു എക്സംഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനി അത്ലറ്റ് ഓർ മെമ്പർ ഓഫ് ആൻ അത്ലറ്റിക് ടീം including coaches, persons performing a necessary support role and immediate relatives traveling for the World Cup, Olympics or other major sporting event as determined by the Secretary of State എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സംഷനും കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഈ പരിപാടിക്ക് US വിസ ഈ ഇറാനിയൻ ഡെലിഗേറ്റ്സിന് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു വിസ ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഡെലിഗേഷൻ ഈ ഒരു പ്രോഗ്രാം ബഹിഷ്കരിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ബഹിഷ്കരിക്കില്ലാതെ മറ്റു മാർഗ്ഗമില്ല, അങ്ങോട്ടേക്ക് പോകാൻ വിസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൽ ഇറാനിയൻ ഡെലിഗേഷനെ നയിക്കേണ്ടിയിരുന്നത് അവിടുത്തെ സോക്കർ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് മെഹ്ദി താജാണ്. അദ്ദേഹം, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഏഷ്യയിലെ സീനിയർ സോക്കർ ഒഫീഷ്യലാണ്. 2 ഫിഫ കമ്മിറ്റികളിൽ അദ്ദേഹം മെമ്പറാണ്. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ഓവർസൈറ്റ് ചെയ്യുന്ന അതിന് മേൽനോട്ടം വഹിക്കുന്ന 2 ഫിഫ കമ്മിറ്റികളിലെ മെമ്പറാണ് മെഹ്ദി താജ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ വൺ ഓഫ് ദി വൈസ് പ്രസിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ എ മെമ്പർ ഓഫ് ഫിഫ പാനൽസ് വിത്ത് റെസ്പോൺസിബിലിറ്റി ഫോർ റൂളിംഗ് ബോഡീസ് കോമ്പറ്റീഷൻസ് പ്ലസ് മെൻസ് നാഷണൽ ടീം സോക്കർ ഇൻ ജനറൽ. ചുരുക്കത്തിൽ ഫിഫയിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഇറാൻ്റെ ഈ സോക്കർ ഫെഡറേഷൻ പ്രസിഡന്റ്. പക്ഷേ അദ്ദേഹത്തിന് അടക്കം വിസ ഇപ്പോൾ US കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ 5-ാം തീയതിയല്ലേ പ്രോഗ്രാം, അതിന് മുമ്പ് ഫിഫയുടെ വിട്ട് മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.